മാധവേട്ടനെ ഇറക്കി വിടാണ്. മാധവേട്ടനെ ഇറക്കി വിടുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഭീതി പാലിക്കുക. മാധവേട്ടനെ ഇറക്കി വിടുക. മാധവേട്ടനെ ഇറക്കി വിടുക. ആരാടോ ഇവരൊക്കെ? മാധവേട്ടൻ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു വന്നവരാണ് സർ. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറയും, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ ബലം പ്രയോഗിച്ചാൽ പിരിഞ്ഞു പോകുന്നവരല്ല സാർ അവര്. താനാരടോ? ഞാൻ മാധവേട്ടന്റെ സഹായിയാ. നല്ല തടിയാണല്ലോടോ. മനസ്സും നല്ലതാണ് സാർ. സർ, സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ ദേവിയത് അച്ഛനെ വിട്ടയക്കണം. മാധവേട്ടന്റെ മകനാണ് അച്ചു. ചക്കക്കുരുന്റെ അത്രയും ഉണ്ടായിരുന്ന നീ ഇത്രയും വളർന്നോ? കാലം പോയ പോക്കേ. അച്ചുമോനെ, നിന്റെ തന്തയുടെ കാര്യം പോക്ക. പാകിസ്ഥാനിൽ അച്ചടിച്ച ഇന്ത്യൻ റുപ്പി ഇവിടെ കൊണ്ടുവന്നത് നിന്റെ അച്ഛന്റെ വണ്ടിയില. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നിന്റെ അച്ഛനാ സൗത്ത് ഇന്ത്യയിലെ ISI മണിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റ്. നുണയാണ് സർ, പച്ചക്കള്ളം. ഇന്നലെ രാത്രി ചന്ദ്രഗിരിയുടെ ഗ്യാരേജിൽ കിടന്നിരുന്ന വണ്ടി ആരോ മനഃപൂർവ്വം മോഷ്ടിച്ച് കൊണ്ടുപോയി തൊണ്ടി മുതലായ വണ്ടിയുടെ സ്ഥാനത്ത് അതിന് പകരം ഇട്ടിരിക്കുകയാണ്. പറയാനുള്ളതൊക്കെ ചെന്ന് കോടതി പറഞ്ഞാൽ മതി. കോടതിയോ? അതെ, കോടതി. അറസ്റ്റ് ചെയ്ത കള്ളനോട്ട് കേസിലെ പ്രതിയെ കോടതിയിലല്ലാതെ പിന്നെ അമ്പലമുറ്റത്ത് ഹാജരാക്കാൻ പറ്റുമോ? മോൻ ചെല്ല്. സർ, സർ പ്ലീസ്, എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനാണോ തെറ്റിയത്? നിന്റെ അച്ഛന്റെ ബയോഡേറ്റ ഞാനൊന്ന് പരിശോധിച്ചു. ശരിക്കും ഒരു ഫ്യൂഡൽ ഫാഷിസ്റ്റ്, കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യം നേടുന്ന കസവ് പൊതച്ച ഗുണ്ട. അത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ അതേ ലൈനാണ് മോനുമെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടും, അച്ഛൻ്റെ ഒപ്പം കൂട്ടുപ്രതിയായിട്ട്. കേട്ടോടാ? താൻ ഒരു പുല്ലും ചെയ്യില്ല. ജമാലെ, എങ്ങോട്ടാ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. അത് നടക്കില്ല. നടക്കും സാർ. എന്റെ അച്ഛനെ കണ്ടിട്ട് ഞാൻ പോകും. ദാ കണ്ടോ, ജനങ്ങളാണ് ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛന്റെ പ്രജകൾ. ഞാനൊന്ന് കൈ ഞൊടിച്ചാൽ മതി, അവരിങ്ങ് കേറി വരും. പിന്നെ തടുക്കാൻ കഴിയില്ല ഒരു ഓഫീസർക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? ആരാ അച്ഛന്? എന്താ അച്ഛാ പറ്റിയത്? നീ എന്തിനാ എപ്പോ ഇങ്ങോട്ട് വന്നേ? വർഗീസേ, ആരുടെ ദേഹത്താ കൈവെക്കുന്നതെന്ന് മറന്നുപോയോടോ? ഞാനല്ല മോനെ, ആ SP മോനെ അച്ചു, വേണ്ട. ജമാലെ, അവനോടൊന്നും ചെയ്യരുതെന്ന് പറ. ചെല്ലേ. അച്ചു, 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 അച്ചു വേണ്ട. ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ അയാൾ ആ ദേഷ്യം മുഴുവൻ മാധവേട്ടനെ തീർക്കും. ആദ്യം അച്ഛനെ പുറത്തിറക്കണം, എന്നിട്ട് മതി മറുപടി. നിൽക്കണം സാർ. ഞാനിപ്പോ പോകുന്നു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തൽ. ആരുടെയെങ്കിലും കൈത്തണ്ടയുടെ അഹങ്കാരം കാരണം എന്റെ അച്ഛന്റെ ആരോഗ്യ നിലയിൽ ഇപ്പൊ സംഭവിച്ച പോലെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പ്രതികരിക്കും ഞാൻ. ഐ വിൽ റിയാക്ട്. കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് മുൻകൂർ ബെയിലിന് അപ്ലൈ ചെയ്യാമായിരുന്നു ഹൈക്കോടതിയിൽ. ഇനിയിപ്പോ അതും നടക്കില്ല. അപ്പൊ മാധവേട്ടൻ റിമാൻഡിൽ കിടക്കേണ്ടി വരും, സബ് ജയിലില്. ഒരു വഴിയില്ല ഏറാടിയങ്ങളെ അച്ഛനെ പുറത്തിറക്കാൻ. സത്യം കോടതിക്ക് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ ഈ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്നും മാധവേട്ടനല്ല യഥാർത്ഥ പ്രതിയെന്നും തെളിയിക്കാൻ പറ്റണം. അതേ ഉള്ളൂ പോംവഴി. താങ്ക്സ് അങ്കിൾ. CMന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജാ. ഫ്ലൈറ്റിലായിരിക്കും, ഡൽഹി യാത്ര. IG രാജഗോപാലും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കോ? അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അച്ഛനെ എനിക്ക് രക്ഷിച്ചേ പറ്റും. ഒരു ദിവസം പോലും റിമാൻഡിൽ കിടക്കാതെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അച്ഛനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. എവിടെന്ന് പുറത്തിറക്കാൻ? ചന്ദ്രഗിരി മാധവൻ എന്ന പ്രസ്ഥാനം ഇതോടെ തീർന്നു. പക്ഷെ മകൻ, ഇനി അവനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വിളഞ്ഞ വിത്ത അച്ഛനൊരു വൻ മരമായിരുന്നെങ്കിൽ അവനൊരു വനമാ. ആ കാടിന്റെ അടിവേരറുത്ത് വെട്ടി മുറിക്കാനല്ലേ സാർ
ഈ വെട്രിവേൽ. ഉരുക്ക് മുറുക്കി പിടിച്ചു നിർത്താൻ കൈക്കരുത്തുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ തയ്യാറാക്കി നിർത്തിക്കോ. അവസാനിപ്പിച്ചു തരാം ആ മാധവനെ. ചങ്കില് പച്ചിരുമ്പ് കയറുമ്പോ പിടഞ്ഞകലുന്ന പ്രാണന്റെ സ്വരം അതെനിക്ക് കേൾക്കണം. അതിന് സഹായിച്ചാൽ പൊന്നുകൊണ്ട് തുലാഭാരം, എന്നിട്ടത് തുല്യം ചാർത്തിത്തരും വെട്രിവേലിന്റെ തറവാട്ട് സ്വത്തിലേക്ക്. ചെയ്യും തമ്പുരാൻ. വെട്രിവേൽ അത് ചെയ്തിരിക്കും. അല്ല, ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞില്ല. ആ ആംബുലൻസ് ഡ്രൈവർ, അയാളാണ് ഈ കേസിലെ പ്രധാന കണ്ണി. അയാളെയാണ് നമുക്ക് വേണ്ടത്. പിടിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ വെച്ച് നടന്ന ആംബുലൻസ് അപകടം നേരിൽ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിവരമറിയിക്കുക. വണ്ടി ഓടിച്ചിരുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ പ്രതിഫലോ? ഈശ്വരാ, നമ്മളാരും കണ്ടില്ലല്ലോ ആ ഡ്രൈവറെ. തമ്പുരാനേ, 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 എന്താ എന്താ പറ്റി? തമ്പുരാനെ വിളിക്ക്. അച്ചുവേട്ടാ, തമ്പുരാനേ, തമ്പുരാനെ, ഞാൻ കണ്ടതാ. അവനെനിക്ക് ഓർമ്മയുണ്ട്, ആ മുഖം. ഇത് തന്നെ ആള്, ഇത് തന്നെ ആള്, ഇത് തന്നെ. പക്ഷെ ഇവൻ എങ്ങനെ കണ്ടുപിടിക്കും രാത്രിയിൽ? അതിന് വഴിയുണ്ട്. കോയമ്പത്തൂരിലെ അന്നപൂർണ ഗ്രൂപ്പിന്റെ റൈസ് മിൽ മാനേജർ നാഗരാജ്, അയാളാണ് ആ ആംബുലൻസിന്റെ രജിസ്റ്റേർഡ് ഓണർ. അവനെ പൊക്കിയ ഇവൻ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയും. ജമാൽ,